വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ തളർന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അവളുടെ ഫുള്ള് ബോഡി വെയിറ്റ് താങ്ങാനുള്ള ഇത് എനിക്കില്ല, അമ്മ കുറച്ച് പേഷ്യൻ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, അപ്പം അമ്മയ്ക്ക് താങ്ങാനായിട്ട് പറ്റില്ല, എന്നെ അമ്മ തന്നെ വരണം. അപ്പം എൻ്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മയും എൻ്റെ പെറ്റമ്മയും കൂടി താങ്ങിയിട്ടാണ് എൻ്റെ ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നത്. ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ പൊട്ടി കരയുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകുമണിയോളം വിശ്വാസമുള്ള എന്നെ തൊടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നേക്കുന്നത്. എന്നിട്ട് ആ അമ്മോട് ഒരു നന്ദി പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ബ്ലാങ്കാണ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ പറഞ്ഞു എന്തിനാ കരയുന്നത്. അപ്പം ഞാൻ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വെറുതെ വെക്കാൻ പറ്റില്ല, അങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അമ്മനെ കാണിച്ചിട്ട് അമ്മ എൻ്റെ കൈ ഷിവർ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ കാലനക്കാം, എനിക്ക് നടക്കാം, പരിശുദ്ധ അമ്മ വന്ന് എന്നെ തൊട്ടിട്ടുണ്ട് അമ്മേ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കൈ മണത്ത് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കൈ മണത്ത് നോക്കുക, അപ്പോൾ റോസാപ്പൂവിൻ്റെ മണമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ മണത്തിച്ചിട്ട് ചോദിച്ചു അമ്മയ്ക്ക് വല്ല മണം ഫീൽ ചെയ്യുന്നുണ്ടോ? അമ്മ പറഞ്ഞു ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പരിശുദ്ധ അമ്മ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ എനിക്ക് റോസാപ്പൂവിൻ്റെ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞു. അന്ന് ഞങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞു, അന്ന് രാത്രിയാണ്, ഒരു 12 മണി 1 മണിയൊക്കെ ആയി കാണും വെളുപ്പിന്. അപ്പം ഞങ്ങൾ അന്ന് തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞു പരിശുദ്ധ അമ്മ വന്നു. അങ്കിൾ യുകെയിലാണ്, അങ്കിളിനെ വിളിച്ച് പറഞ്ഞു, അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിൾ ഞാൻ എണീറ്റു, പരിശുദ്ധ അമ്മ വന്നു എന്നെ തൊട്ടു. അങ്കിളിൻ്റെ ഒരു മോളുണ്ട് 10 വയസ്സ് അവൾക്ക്. അപ്പോൾ അവളെന്നോട് വെച്ച് ചേച്ചി മാതാവ് എങ്ങനെയാണ് ഇരിക്കുന്നത്, സുന്ദരിയാണോ കാണാൻ, എങ്ങനെ സൗണ്ടൊക്കെ എങ്ങനെയാണ്, എനിക്ക് ഇനി വരാണെങ്കിൽ എനിക്കും കൂടി കാണാൻ വരാൻ വേണ്ടിയിട്ട് എന്നോടൊന്ന് പറയുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ആരോ എൻ്റെ അടുത്ത് സാക്ഷ്യം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നണം. അപ്പോൾ എൻ്റെ അമ്മ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവാ, ഇത്രയും ദിവസം സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഇന്ന് ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് അമ്മ കിടക്കുന്നത്. അപ്പം ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ സാക്ഷ്യം കേൾക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഉറങ്ങിയില്ല ഇതുവരെ ആയിട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ അമ്മ കിടന്നുറങ്ങുവാണ്. അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ ചെവിട്ടിലിരുന്ന് ആരോ പറയുന്നുണ്ട് ഇന്നത്തെ യുവതലമുറയിലെ മക്കൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട്, അമ്മയിൽ വിശ്വാസമില്ലാത്ത മക്കൾക്ക് അമ്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, എന്നെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ എനിക്കറിയുന്ന 5-10 പേർക്ക് മാതാവിനെ അറിയാൻ വേണ്ടിയിട്ട്, അമ്മ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്ന വേദനയുള്ള ഒരു പ്രേക്ഷിത വേലയാണെന്ന് എന്നോട് ആരോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു അമ്മേ മാതാവ് ഇങ്ങനെ ഇരുന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വേഗം കൃപാസനത്തിൽ പോയിട്ട് സാക്ഷ്യം പറയണം. അപ്പോൾ പിറ്റേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഡോക്ടർ പറഞ്ഞു എൻ്റെ അസുഖമൊക്കെ മാറി, എനിക്ക് കുഴപ്പമില്ല.